നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും വിജയം നേടാനും ശത്രുതാ വിഷയങ്ങൾ മാറാനും ശത്രുതാ മനോഭാവം മാറുന്നതിനായിട്ട് ഒരു മന്ത്രമാണ്, ദൈവീ സങ്കല്പത്തിലുള്ള ഒരു മന്ത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ മന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം ഐം നമ ഉച്ഛിഷ്ട ചണ്ഡാലി മാതംഗി സർവ ശങ്കരി സ്വാഹ. ഓം നമ ഉച്ഛിഷ്ട ചണ്ഡാലി മാതംഗി സർവ ശങ്കരി സ്വഹ. ലഘുശ്യാമ മന്ത്രം എന്നാണ് നമ്മൾ ഈ മന്ത്രത്തിന് പറയുക. ലഘുശ്യാമ മന്ത്രമായിട്ട് നമ്മൾ യന്ത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മധ്യത്തിൽ ഒരു ത്രികോണം, അതിന് പുറമെ പഞ്ചകോണം, പുറമെ അഷ്ടദളം, ഷോഡശദളം, 4 ദ്വാരങ്ങളിലായി ഭൂമുരം, ഇങ്ങനെയാണ് നമ്മൾ യന്ത്രം തയ്യാറാക്കുക. യന്ത്രം വിധിപ്രകാരം നമ്മൾ ചെമ്പിലോ വെള്ളിയിലോ സ്വർണത്തിലോ ഒക്കെ ആയിട്ട് പഞ്ചലോകത്തിലോ ഒക്കെ നമ്മൾ എഴുതി അത് വിധിപ്രകാരം പൂജാതി കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് ഏലസായിട്ട് ധരിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ വിധിപ്രകാരം പൂജ ചെയ്ത് സ്ഥലരക്ഷയായിട്ട് സ്ഥാപിക്കുന്നത് നമുക്ക് കാര്യസാധ്യത്തിനും ശത്രുതാദോഷം നമുക്ക് ബാധിക്കാതിരിക്കാനും സഹായിക്കും. പിന്നെ ഈ മന്ത്രത്തിൻ്റെ ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദന ഋഷി, നജിർ ഗായത്രി ഛന്ദ, ലഘുശ്യാമാദേവത. നമുക്ക് ഛന്ദസ് തൊട്ട് ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഫലപ്രാപ്തി ഉണ്ടാവും എന്ന് നമുക്ക് ആചാര്യന്മാർ നമുക്ക് നിഷ്കർഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഛന്ദസ് തൊട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം നമുക്ക് പഴയ കാലത്തൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ടറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്ന്, ആറ്റിലോ കുളത്തിലോ തോട്ടിലോ എവിടെയാവാം, മുട്ടറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഉദിച്ചു വരുന്ന സൂര്യനെ കണക്കാക്കി, സൂര്യമണ്ഡലത്തിലുള്ള ലഘുശ്യാമ ഭഗവതിയെ കണക്കാക്കിയാണ് ഈ മന്ത്രം നമുക്ക് 108 പ്രാവശ്യം നിത്യം നമ്മൾ ജപിക്കുകയാണെങ്കിൽ 41 ദിവസം നമുക്ക് വീട്ടിൽ അശുദ്ധിയൊന്നും ഇല്ലാത്ത മാത്രം ജപിച്ചാൽ മതി. അശുദ്ധിയുള്ളപ്പോൾ ജപിക്കേണ്ട. പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഒരുപോലെ ജപിക്കാൻ പറ്റുന്ന മന്ത്രമാണ്. 41 ദിവസം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ നിഷ്പ്രഭരായിത്തീരുകയും അവർ നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ദോഷങ്ങളുടെ കാഠിന്യത്തെ കുറയുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ ലഘുശ്യാമ ഭഗവതിയുടെ പൂജയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് മന്ത്രം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഒരാചാര്യനിൽ നിന്നും ഒരു ഉപദേശം കൂടെ വാങ്ങിച്ച് ജപിക്കുകയാണെങ്കിൽ മധുരത്തിന് ഇരട്ടി മധുരം എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഈ ലഘുശ്യാമ മന്ത്രം നമുക്ക് ജപിക്കുന്നത്, ലഘുശ്യാമ യന്ത്രം ധരിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ജപിക്കുന്നതുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. പറ്റുമെങ്കിൽ ഈ യന്ത്രം കൂടെ നല്ലൊരു ആചാര്യനിൽ നിന്നും നമുക്ക് ഉപദേശം വാങ്ങിച്ച് ആ യന്ത്രം ആചാര്യനെ കൊണ്ട് ചെയ്യിപ്പിച്ച് ധരിച്ച് നമ്മൾ ഈ പറഞ്ഞ ഈ ക്രിയാഭാഗം നമ്മൾ ചെയ്യുക. എന്ത് കാര്യം നമുക്ക് സാധകൻ സാധിക്കുന്നു, ദേവി ധ്യാനിച്ചുകൊണ്ട് നമ്മളിത് ജപിക്കുന്നു. അത് ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവതി ദിവസങ്ങൾക്കാവും, അതിൻ്റെ മാസങ്ങളൊന്നുമില്ല, ദിവസങ്ങൾക്കാവും ഭഗവതി ആ കാര്യം സാധിച്ചു തരികയും നമ്മളെ ശത്രുക്കൾ തന്നെ നമുക്ക് മിത്രങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നൊരവസ്ഥയാണ് പലരും അനുഭവസ്ഥരായിട്ടുള്ളവർ പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുടുംബദേവതയുടെയും കുലദേവതയുടെയും ഗ്രാമദേവതയുടെയൊക്കെ അനുഗ്രഹം വളരെ പ്രധാനമാണ്. അവരെക്കൂടെ ഒന്ന് പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ഫലപ്രാപ്തി ഉണ്ടാകുന്നതായിരിക്കും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ മന്ത്രങ്ങളും പൂജാവിധികളുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.